2024 ട്വൻ്റി ക്രിക്കറ്റിൽ തട്ടുപൊളിപ്പൻ ബാറ്റിംഗ് പ്രകടനങ്ങളാണ് മലയാളി താരം സഞ്ജു സാംസൺ കാഴ്ചവെക്കുന്നത്. ഈ വർഷം 3 ട്വൻ്റി സെഞ്ചുറികൾ സ്വന്തമാക്കാൻ താരത്തിന് സാധിച്ചു. ഇതോടെ 2024 കലണ്ടർ വർഷത്തിൽ ഏറ്റവുമധികം ട്വൻ്റി റൺസ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരമായി സഞ്ജു സാംസൺ മാറി. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി അടക്കമുള്ള വമ്പന്മാരെ പിന്തള്ളിയാണ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് സഞ്ജു എത്തിയിരിക്കുന്നത്. ഇതുവരെ 2024 46.04 ശരാശരിയിൽ 967 റൺസാണ് സഞ്ജു നേടിയിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഇന്ത്യയുടെ സൂപ്പർ താരം വിരാട് കോഹ്ലിയാണ്. 2024 ട്വൻ്റി ക്രിക്കറ്റിൽ 921 റൺസാണ് കോഹ്ലി കണ്ടെത്തിയിരിക്കുന്നത്. 41.86 എന്ന ശരാശരിയിലാണ് കോഹ്ലിയുടെ നേട്ടം. 2024 ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച അഭിഷേക് ശർമ്മയാണ് ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത്. ഇന്ത്യയ്ക്ക് ഒരു ട്വൻ്റി സെഞ്ചുറി സ്വന്തമാക്കാനും അഭിഷേകിന് സാധിച്ചിരുന്നു. ഈ വർഷം 874 റൺസാണ് അഭിഷേക് ശർമ്മ ട്വൻ്റി ക്രിക്കറ്റിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. എന്നാൽ നിലവിൽ 29.13 എന്ന ശരാശരി മാത്രമാണ് അഭിഷേക് ശർമ്മയ്ക്കുള്ളത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ അവസാന 2 ട്വൻ്റി മത്സരങ്ങളിലും സെഞ്ചുറി സ്വന്തമാക്കിയ യുവതാരം തിലക് വർമ്മയാണ് ഈ ലിസ്റ്റിൽ 4-ാം സ്ഥാനത്ത്. 839 റൺസാണ് തിലക് വർമ്മ 2024 കരിയറിൽ നേടിയിട്ടുള്ളത്. 52.43 എന്ന വമ്പൻ ശരാശരിയിലാണ് തിലക് വർമ്മയുടെ നേട്ടം. വരുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗിലും തിലക് വർമ്മ ഇത്തരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. മുൻ ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മയാണ് ഈ ലിസ്റ്റിലെ 5-ാം സ്ഥാനക്കാരൻ. 2024 കലണ്ടർ വർഷത്തിൽ 795 ട്വൻ്റി റൺസാണ് രോഹിത് ശർമ്മ സ്വന്തമാക്കിയിട്ടുള്ളത്. 36 എന്ന ശരാശരിയിലാണ് രോഹിത്തിൻ്റെ നേട്ടം. ട്വൻ്റി ക്രിക്കറ്റിൽ വമ്പൻ പ്രകടനങ്ങളുമായി ഇന്ത്യൻ യുവതാരങ്ങളുടെ കടന്നുവരവാണ് ഈ ലിസ്റ്റിൽ കാണാൻ സാധിക്കുന്നത്. 2026 ട്വൻ്റി ലോകകപ്പിൽ ഒരു യുവ ടീമിനെ അണിയിച്ചൊരുക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പ്രചോദനമാണ് ഈ ലിസ്റ്റ്. സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിൽ വളരെ മികച്ച പ്രകടനമാണ് കഴിഞ്ഞ സമയങ്ങളിൽ ഇന്ത്യ ട്വൻ്റി ക്രിക്കറ്റിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ശ്രീലങ്കയ്ക്കെതിരെയും ബംഗ്ലാദേശിനെതിരെയും ട്വൻ്റി പരമ്പരകൾ തൂത്തുവാരാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പര 3-1 എന്ന നിലയിലാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇതൊക്കെയും യുവതാരങ്ങളുടെ ഇത്തരത്തിലുള്ള മികച്ച പ്രകടനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു.